ശബരിമലയിൽ അടുത്ത ഉടായ്പ. അടിമുടി അവിടെ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു പ്രസാദ് എന്ന് പറയുന്ന വി.ഡി. പ്രസാദ് എന്ന് പറയുന്ന ഒരു മേൽശാന്തി അവിടെ വച്ചിരിക്കുന്നതിലും അഴിമതി എന്നും അദ്ദേഹത്തിന് യോഗ്യതയില്ല, ദേവസ്വം ബോർഡ് പറയുന്ന യോഗ്യതയില്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. 12 വർഷം, അതിൽ 10 വർഷം തുടർച്ചയായി, 12 വർഷം പോരാ, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ടാൽ പോരാ, 12 വർഷം വേണം. എന്നാൽ 10 വർഷം തുടർച്ചയായി മേൽശാന്തിയായിട്ടുള്ള ഒരു മുൻ പരിചയം ഉണ്ടായിരിക്കണം മേൽശാന്തി ആവുന്നവർക്ക്. മലയാള ബ്രാഹ്മണൻ ആയിരിക്കണം. കേരളീയ ആചാരപ്രകാരം പൂജാവിധികൾ അറിഞ്ഞിരിക്കണം. ദിവസവും 3 പൂജകൾ, ഉഷപൂജ, ഉച്ചപൂജ, അത്താഴ പൂജ, രാവിലെ ഉള്ളത്, ഉച്ചയ്ക്കുള്ളത്, വൈകുന്നേരം ഉള്ളത്. ക്ഷേത്രങ്ങളിൽ, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിട്ടുള്ള അനുഭവ സമ്പത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ക്രിമിനൽ കുറ്റങ്ങളിൽ എന്തുണ്ടാവാൻ പാടില്ല, വരാൻ പാടില്ല. ഒരു കാരണവശാലും നേരത്തെ കുറ്റങ്ങൾ ഉണ്ടായിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പൂർണ്ണമായി ശാന്തി ജോലിയിൽ വ്യാപൃതനായിട്ടുള്ള ആളായിരിക്കണം. സമൂഹത്തിൽ ഖ്യാതിയുള്ള ആളായിരിക്കണം. സമൂഹം വളരെ പ്രധാനപ്പെട്ട, നമുക്ക് മാവേലിക്കര ഇല്ലത്തിലെ ഈശ്വരൻ പോറ്റിയൊക്കെ ഇരുന്ന സ്ഥലമാണ്. വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇരുന്ന ക്ഷേത്രമാണത്. അപ്പോൾ അത്രയും പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ ഇവിടെ ഇങ്ങനെ നടക്കുന്നത് വളരെ മോശമാണ്. അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് പറയുന്ന ആ ഒരു കഴിവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ യോഗ്യതകളോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ 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 ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് നമ്മളുടെ സംവിധാനത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ 10 വർഷം 12 വർഷം പ്രവർത്തിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കൃത്യമായി 10 വർഷത്തോളം തുടർച്ചയായി ചെയ്തിരിക്കണം. ഇവിടെ സംഭവിക്കുന്നത്, അതായത് ഈ പറയുന്ന പോറ്റിമാർക്ക് കൃത്യമായ ഒരു ഇതുണ്ടായിരിക്കണം. എന്തെന്നാൽ പോറ്റി എന്ന് പറയുന്നത് ശബരിമല എന്നല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും പോറ്റി എന്ന് പറയുന്നത് ഒരു ദൈവതുല്യനായിട്ടാണ് കാണുന്നത്. ഈ വൃത്തി തന്നെ, പോറ്റി എന്ന് പറയുന്ന ജോലി തന്നെ വളരെ വലിയ വലിയ ഇതാണ്. കാരണം നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പോറ്റിമാർ നമ്മളെ തൊടാറില്ല. നമ്മൾ എത്ര കുളിച്ച് ഫ്രഷായിട്ട് അപ്പം കുളിച്ചുകൊണ്ട് അവിടുത്തെ കുളത്തിൽ നിന്ന് കുളിച്ചിട്ട് കയറിയാൽ പോലും പോറ്റി നമ്മളെ തൊടാറില്ല. നമ്മൾ പോറ്റിയൊന്നും തൊടാറില്ല. ചന്ദനം ഇട്ട് തരികയാണ് ചെയ്യുന്നത്, കയ്യിൽ ഇട്ട് തരികയാണ് ചെയ്യുന്നത്. അല്ല, നമ്മളൊന്നും കയ്യിൽ തൊട്ടല്ല തരുന്നത്. എല്ലാ പൈസ കൊടുക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ തട്ടത്തിലിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൊടാതെ, നമ്മൾ തൊടുക പോലും ചെയ്യാതെ വളരെ ദൈവതുല്യമായി, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി, നമ്മൾ ദൈവത്തെ കാണുന്നത് പോലെ വളരെ വലിയ റെസ്പെക്റ്റോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ക്ഷേത്രത്തിലെ പൂജാരി. ആ പൂജാരിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വരുന്നത് വലിയ പ്രതിസന്ധിയാണ്. സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അവിടുത്തെ പൂജാരിയെ വയ്ക്കുന്നതിലും വലിയ പരിപാടിയുണ്ട്. അല്ലെങ്കിൽ തന്നെ നേരത്തെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട പൂജാരിമാർ 50 ലക്ഷം മുതൽ 25 ലക്ഷം മുതൽ 50 ലക്ഷം വരെ രൂപ അവിടെ കൈക്കൂലി കൊടുത്താലാണ്, ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് കൈക്കൂലി കൊടുത്താലാണ് അവിടെ അമ്പലത്തിൽ പൂജാരി, മേൽശാന്തിയും കീഴ്ശാന്തിയൊക്കെ ആകാൻ പറ്റുകയെന്നും, അങ്ങനെ പണം കൊടുക്കാൻ കഴിയാത്തൊരു പോറ്റി താഴെ നിന്ന്, ഈ മണ്ഡലകാലം കഴിഞ്ഞപ്പോൾ താഴെ നിന്ന് കരഞ്ഞ ഒരു സംഭവമൊക്കെ ശബരിമലയിൽ വന്നിട്ടുണ്ട്. എന്തായാലും കെ ജയകുമാർ IAS അവിടെ പോയിട്ടും ഇത് വെളുക്കുന്നില്ല, ഇത് കൃത്യമാകുന്നില്ല, ഇത് വെളുപ്പിക്കാൻ കഴിയുന്നില്ല. ഈ അഴുക്കുകൾ അവിടെ തന്നെ അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ അഴുക്കുകളാണ് കാണുന്നത്, പുതിയ പുതിയ വാർത്തകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായി ശബരിമലയുടെ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ആവശ്യമുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ആവശ്യമുണ്ട്. പൂജാരിയുടെ യോഗ്യത ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അനുഭവ സമ്പത്തും യോഗ്യതയുമാണ് പ്രധാനം. അതില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗൗരവമായ അന്വേഷണം നടക്കണം. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ച് കൃത്യമായ ഒരു വൈറ്റ് പേപ്പർ പുറത്തു വരേണ്ടതുണ്ട്. സകല സ്റ്റാഫിനെയും പരിശോധിക്കണം, സകലവരുടെ യോഗ്യതയും നോക്കണം, സകല സംവിധാനവും നോക്കണം. എല്ലാവരെയും അവിടെ നിന്ന് മാറ്റുകയും വേണം. ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ അവിടെ കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കള്ളന്മാരായി ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ആരിലുണ്ട് അവരെ കൊണ്ട് വേറെ ക്ഷേത്രത്തിൽ വെച്ച് ആ ക്ഷേത്രം നശിപ്പിക്കണമെന്നല്ല. അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടണം, വീട്ടിൽ പറഞ്ഞു വിടണം. ബാക്കിയുള്ള കാലത്ത് ശമ്പളവും കൊടുത്തുകൊണ്ട് അവർ പോട്ടെ. ശമ്പളമൊന്നും കൊടുക്കാതിരുന്ന അവർക്ക് സങ്കടം വരും. ശമ്പളം കൊടുത്ത്, അല്ലെങ്കിൽ പാതി ശമ്പളം വെച്ചെങ്ങാനും കൊടുത്ത് അവരെ പറഞ്ഞു വിടുക. അഴിമതിക്കാരും കൊള്ളക്കാരും സ്വജനപക്ഷക്കാരും ഇതുപോലെ വ്യാജരേഖ ശ്രമിക്കുന്നവരുമൊക്കെ ക്ഷേത്രത്തിൽ പൂജാരിക്കും മറ്റു കാര്യങ്ങളൊക്കെ വന്നാൽ നാട്ടിൽ ദുരന്തമുണ്ടാകുന്നതും ഈ കഷ്ടപ്പാടുണ്ടാകുന്നതുമൊക്കെ ഇതിൻ്റെ കൂടി ഭാഗമാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു പൊളിച്ചെഴുത്ത് ശബരിമലയിൽ അത്യാവശ്യമാണ്. ഇപ്പോഴിതാ പോറ്റിയുടെ പേരിൽ, പൂജാരിയുടെ പേരിലും വലിയ വിവാദം ഉണ്ടായിരിക്കുകയാണ്.